ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം.
യാചിക്കാത്ത നന്മകളോ നല്ല രാത്രിക്കായി നിങ്ങളോട് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും പഠനമാരുടെ ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരു രാത്രി കൂടെ നമുക്ക് ആയുഷും ആരോഗ്യവും ഭാഗ്യവും നൽകിയത് ഓർത്ത് നന്ദി നടന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കുമായി നമുക്ക് വായിക്കുകയും സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇത് 19ാമത്തെ പാട്ടാണ് അല്ലേ? മരണമനുഷ്യന്റെ പാട്ട് അല്ലേ? 19ാം പാട്ട് എടുത്തത്. ഇന്ന് രാത്രി നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ ദിവസം തന്നെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. യെശയ്യാപ്രവാചകന്റെ ഏതാ അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയില്ല. 7 8 14ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യായമെങ്കിലും ഓർത്തിരിക്കുക. 14ാം അധ്യായത്തിന്റെ 7 വാക്യം വരെ ചിന്തിച്ചെന്ന് പറയാമോ? അതറിയത്തില്ല. 10ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചായിരുന്നു. 14ന്റെ 10 വരെ. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്ന. മനുഷ്യന്റെ പേരെന്ന് പറയാം. ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ബെൽഷസ്സറിനെ കുറിച്ചാണ്. ബാബേൽ രാജാവ് ബെൽഷസ്സറിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ബെൽഷസ്സർ മരിച്ചു പോയെന്ന് നമ്മൾ ചിന്തിച്ചു അല്ലേ? മരിച്ചുപോയി ഇവിടെ ചെല്ലുന്നെന്നാണ് കണ്ടത്. പാതാളത്തിൽ ചെല്ലുന്നെന്നാണ് നാം കണ്ടത്. അപ്പോൾ പാതാളത്തിലുള്ള പ്രേതന്മാരോട് പദമുണ്ട്. 9ാമത്തെ വാക്യം, നിന്നെ എതിരേൽപ്പാൻ താഴും പാതാളത്തിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു, പ്രേതന്മാരെ ഉണർത്തുകയും. പ്രേതന്മാരെന്നുള്ള പദം ജൈൻസ്, മല്ലന്മാർ എന്നുള്ള അർത്ഥമാണ്. അതായത് അദ്ദേഹത്തിന് മുമ്പ് പോയിട്ടുള്ള രാജാക്കന്മാർ, ഭൂരാജാക്കന്മാരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് അതിശയമായി ആരെങ്കിലും നീ ഇവിടെ വന്നോ, നീ വലിയ രാജാവായി
ലോകത്തിൽ വാണിരുന്ന മനുഷ്യനായിട്ടുള്ള നീയും പാതാളത്തിൽ നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ എന്ന വരെയുള്ള ഭാഗമാണ് നാം ചിന്തിച്ചത്. അവിടെ നാം ചിന്തിച്ചു വന്നത് പാതാളത്തെ കുറിച്ചാണ്. പാതാളം, ഷിയോൾ എന്നുള്ള പദം നമുക്കറിയാം. പാതാളത്തെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ട്. പാതാളം എന്നുള്ള പദം ഇവിടെ കാണുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ നിന്റെ ആഡംബരവും വാദ്യാഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പാദിച്ചാലും, എത്രയെല്ലാം മതിച്ച് പുളച്ച് രമിച്ച് ജീവിച്ചാലും ഇതിന് പകരം നൽകുന്ന, മറുപടി നൽകുന്ന ഒരു അനുഭവം നമുക്കുണ്ട് എന്ന് ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൗവനകാലത്ത് നിനക്ക് ഇഷ്ടംപോലെ നിനക്ക് ആനന്ദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിനെ വിധിക്കുന്ന ന്യായവിധിയുടെ ഒരു നാൾ ഉണ്ടെന്നും ദൈവത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മാത്രമല്ല, മറ്റു ചിലരുടെ വിശ്വസിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഈ ലോകത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട്. അതിനുവേണ്ടി വ്യഗ്രതയോടെ യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വിശ്വാസം കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമ്മുടെ വിശ്വാസം മരണം കഴിഞ്ഞാൽ ഒരു പാതാളമുണ്ട്, ഒരു സ്വർഗമുണ്ട്. യേശുവിനെ രക്ഷകനായി കർത്താവനായി സ്വീകരിച്ചിരിക്കുന്നവർക്ക് ആ നിത്യതയിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഒരു നിത്യമായ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ലോകമല്ല നിത്യം. ഈ ലോകത്തിലെ ആയുസ് 60, 70, 80. അതിന് മുമ്പേ തീരുമോന്നും അറിയത്തില്ല. ഇപ്പൊ തീരുമോന്ന് അറിയത്തില്ല. മിസൈൽ വന്നാൽ ഇപ്പൊ വേണമെങ്കിലും തീരാം. അതുകൊണ്ട് അത് നമുക്കറിയത്തില്ല. പക്ഷെങ്കിൽ മാക്സിമം 70 അല്ലെങ്കിൽ 80. പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് മോശ പോലും പണ്ടേ പറഞ്ഞിരിക്കുന്നത്. ഏറെയായ 80, അതിൽ കൂടുതൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അർത്ഥമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതല്ല ജീവിതം. ഇതിനപ്പുറമായി ഇത് നിത്യമല്ല. ഇത് ഒരു നാശമല്ല. ഈ മൺകൂടാരമായി ഭവനം നശിച്ചു പോകും. എന്നാൽ ഇതല്ല നിത്യത. ഇത് നിത്യമായ ജീവിതമല്ല. ഇതിനപ്പുറത്ത് മരണം കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. അതാണ് നിത്യത. അത് അവസാനിക്കുന്നതല്ല. അത് രണ്ട് നിത്യതകളാണ്, അല്ലേ? ഒന്ന് നിത്യമായ നരകം, നിത്യമായ സ്വർഗം. ഒന്നിലേക്ക് നാം പ്രവേശിച്ചേ മതിയാകുള്ളൂ. ഈ ലോക ജീവിതത്തിലുള്ള അല്പമായ ആയുസ്സാണ് ഏത് നിത്യത തിരഞ്ഞെടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ മനുഷ്യൻ ബെൽഷസ്സർ രാജാവ് താൻ ഭൂമിയിലായിരുന്നപ്പോൾ വളരെ ആനന്ദത്തോടെ ജീവിച്ച, വാദ്യാഘോഷത്തോടെ ജീവിച്ച, ആഡംബരത്തോടെ ജീവിച്ച വ്യക്തിത്വമായിരുന്നു. എന്നാൽ അദ്ദേഹം മരിച്ച് പാതാളത്തിലേക്ക് പോകുവാനിടയായി എന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ കാണുന്നത് നാം കണ്ടു കഴിഞ്ഞു. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായി. ആഡംബരത്തോടെ ജീവിച്ച മനുഷ്യന്, പട്ടുമെത്തയിൽ കിടന്ന മനുഷ്യന് ഇപ്പൊ എന്താണ് പുതപ്പായിരിക്കുന്നത്? കൃമികളാണ് പുതപ്പ്. കിടാത്ത തീ, ചാകാത്ത, അച്യുതാനന്ദം വരെ നിയമസഭയെ പറഞ്ഞ കാര്യം, കിടാത്ത തീ, ചാകാത്ത പുഴു, അല്ലേ? അച്യുതാനന്ദം വരെ വിശ്വസിച്ചിരുന്നു നരകം അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഈ മനുഷ്യൻ ബെൽഷസ്സറായി പോയി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് എഴുതിയുള്ള വാക്യം, 12-ാമത്തെ വാക്യം. അരുണോദയപുത്രനായ ശുക്ര, നീ അങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഈ ഭാഗം പല ദേവദാസന്മാരെ പ്രസംഗിക്കുമ്പോൾ ആരെ കുറിച്ച് പ്രസംഗിക്കുന്ന ഭാഗമാണ്? ആർക്കെങ്കിലും പറയാം? സാത്താനെ കുറിച്ച്, പിശാചിനെ കുറിച്ച്, പിശാചിന്റെ വീഴ്ചയെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ഭാഗം കൂടാണ്. അപ്പോൾ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ എഴുതുന്ന ആ സമയത്ത് ഈ വേദഭാഗം രണ്ട് താരതമ്യ പഠനത്തിനായി ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പിശാചിന്റെ അധപ്പതനം അല്ലെങ്കിൽ പിശാചിന്റെ വീഴ്ചയെ കുറിച്ച് ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ആ ഭാഗം താരതമ്യപ്പെടുത്തി പഠിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് ബെൽഷസ്സർ രാജാവിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ വീഴ്ചയും. രണ്ടും സാത്താന്റെ പ്രതിനിധികളാണ് എന്ന് വേണം പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ജീവിച്ചവരാണ്, അങ്ങനെ നിഗളിച്ചവരാണ് എന്ന് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് പഠിക്കുവാനും പറയുവാനും പറ്റും. അപ്പോൾ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വേണം, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. അപ്പോൾ സാത്താനും അത് ആഗ്രഹിച്ചിരുന്നു, ദൈവത്തിന് മുകളിൽ കയറണം, അല്ലേ? മുകളിൽ സിംഹാസനം വെക്കണം എന്നുള്ള ആഗ്രഹം സാത്താൻ ഉണ്ടായിരുന്ന പോലെ ബെൽഷസ്സറിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പാതാളത്തെ കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ ഭാഗവും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു, അവരുടെ മഹിമയും ആരവും കോശവും അവരിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ആരവത്തോടെ കോശത്തോടെ ജീവിക്കുന്നവർക്ക് തൊണ്ട തുറന്ന് വെച്ചിരിക്കുന്നത് പോലെ ഒരു പാതാളവും പിളർന്നിരിപ്പുണ്ട് എന്ന് മറന്നു പോകലെന്നാണ് ആ വാക്യം വായിക്കുവാനായിട്ട്. ദൈവത്തെ നാം പഠിക്കുമ്പോൾ മരണം കൂടാതെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ ചിലരുണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ?
മരണം കൂടാതെ അവർ പാതാളത്തിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോയി. കോരഹ, ദാഥാൻ, അബീരാം എന്ന് കാണാൻ അല്ലേ? ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് മോശയ്ക്കെതിരെ നേതൃത്വത്തിനെതിരെ പിറുപിറുത്തപ്പോൾ ദൈവം അവർ കൊടുത്ത ശിക്ഷയാണ് ആ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഡയറക്റ്റ് പാതാളത്തിലേക്ക് പോയി എന്നാണ് കാര്യം. അഭിഷക്തന്റെ ഒരു വാക്കിന്റെ മുമ്പിലാണ് അവർ പാതാളത്തിലേക്ക് പോയത് എന്ന് കാണാൻ കഴിയും. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് വരാം. സംഖ്യാപുസ്തകത്തിന്റെ 16-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവർത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു, ഞാൻ സ്വമേധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. 29-ാമത്തെ വാക്യത്തിൽ മോശ തന്നെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ കർത്താവിനോട് സംസാരിക്കുന്ന ഭാഗങ്ങളുണ്ട്. നിശ്ചയമായ കർത്താവിന്റെ അരുളപ്പാട് കേട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ആ പദം ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും അദ്ദേഹം ഒരു പദം പറഞ്ഞുകൊണ്ട്, എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ അവർ മരിക്കാൻ പാടില്ല, സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യഹോവനെ അയച്ചിട്ടില്ല. ദൈവം ഒരു അപൂർവകാര്യം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. യഹോവ ഒരു അപൂർവകാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും. അപ്പോൾ മോശ പറയുകയാണ്, ദൈവം ഒരു അപൂർവകാര്യം പ്രവർത്തിക്കണം. സാധാരണ നിലകളിൽ നിന്ന് വ്യത്യസ്തമായി, സാധാരണ അനുഭവങ്ങൾ വ്യത്യസ്തമായി അപൂർവമായ ചിലത് എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മോശ ഇവിടെ കാണാൻ കഴിയും. നമുക്കും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, പ്രൈസ്. ദൈവം എനിക്ക് വേണ്ടി വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യണം. എല്ലാവർക്കും ചെയ്യുന്നത് പോലല്ല, എല്ലാവർക്കും പ്രവർത്തിക്കുന്ന പോലെ അല്ല. അപൂർവമായ ഒരു കാര്യം, വ്യത്യസ്തമായ ഒരു കാര്യം. ഇവിടെ ന്യായവിധിക്കാണ് അദ്ദേഹം അത് പ്രാർത്ഥിക്കുന്നെങ്കിലും നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവത്തിന് അത് ചെയ്യാൻ പറ്റും. ആർക്കും ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് കഴിയും. അവരത് ആഗ്രഹിച്ചു. ആ വാക്ക് പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴേ ഭൂമി പിളരുക. അഭിഷേകത്തിന്റെ വാക്കിന്റെ ശക്തി നോക്കിയേ, ആ അധികാരം നോക്കിയേ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആലോചന ഏറ്റെടുത്ത് തനിക്ക് വിരോധമായി നിന്ന് ദാഥാൻ, അബീരാമിനെ ഭൂമി പിളർന്ന് വിഴുങ്ങിക്കളയുവാൻ വേണ്ടി താൻ വാക്ക് കൽപ്പിച്ചപ്പോൾ തന്നെ ഭൂമി അവരുടെ കീഴെ പിളർന്നു. ഭൂമി വായു തുറന്ന് ഓരയോട് ചേർന്നുള്ള സർവസമ്പത്തിനെ അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും എവിടെ ചെന്നു? ജീവനോടെ. മരണം കാണാതെ നേരിട്ട് പാതാളത്തിലേക്ക് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയവരാണ് ദാഥാൻ, അബീരാം. അപ്പോൾ ദൈവം അയച്ച ദൈവഭക്തിനെതിരെ, ദൈവജനത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് അവർക്ക് പാതാളത്തിലേക്ക് പോകേണ്ടത്. ഭൂമി അവരുടെ മേൽ അടയുകയും സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ വിശാലിനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറഞ്ഞു വന്നല്ലോ. ഞാൻ ഇരുന്നവരോട്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനായിത്തീരും. 14-12 വാക്യത്തിൽ അരുണോദയപുത്രനായ ശുക്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം പ്രഭാതത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രം, പ്രഭാതത്തിൽ കാണുന്ന നക്ഷത്രം പോലെ അരുണോദയപുത്രനായ ശുക്ര. അതുപോലെ തിളങ്ങി നിന്നവനായ സത്താനും ദൂതന്മാരും പ്രമുഖനായിരുന്നു അല്ലേ? വർഷിപ്പ് ടീമിന്റെ ലീഡറായിരുന്നു അല്ലേ? എപ്പോഴും എനിക്ക് ജഗതനാണെന്ന് തോന്നുന്നു. ഇവിടെ പറഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ചു, വർഷിപ്പ് ചെയ്യുന്നവരോട് ഒരു പ്രത്യേക പോര് പിശാചിനുണ്ട്. വർഷിപ്പ് ലീഡേഴ്സിനോട് ഒരു പ്രത്യേക പോര് പിശാചിനുണ്ട്. അത് എന്തുകൊണ്ട്? അവനൊരു വർഷിപ്പ് ലീഡറായിരുന്നു, അവൻ ദൂതനിൽ പ്രധാനിയായിരുന്നു, പ്രധാനപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് അവൻ ആ ഭാഗത്തു നിന്നാണ് അവൻ വീണത്. അവൻ അരുണോദയപുത്രനായ പ്രഭാതത്തിൽ തെളിഞ്ഞിരുന്ന നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചവനായിരുന്നു. എന്നാൽ അവൻ ദൈവത്തിന് മുകളിൽ കയറുവാൻ, നക്ഷത്രങ്ങൾക്ക് മീതെ കയറുവാൻ, ലേഖോന്നതങ്ങൾക്ക് മീതെ കയറുവാൻ, അത്യുന്നതനോട് സമനാകുവാൻ ആഗ്രഹിച്ചു. ദൈവം അവനെ വെട്ടിക്കളയുവാനിടയായി തീർന്നു. പിശാചിന്റെ അതേ സ്വഭാവം നമുക്കുണ്ടായി നമ്മെ ദൈവം താഴ്ത്തിക്കളയും. നിഗളമാണ് അഭാവം. പലപ്പോഴും നാം ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു പാപമാണ് നിഗളം. കെയർ ചെയ്യാതിരിക്കുന്ന ഒരു പാപമാണ് നിഗളം. എന്നാൽ പലപ്പോഴും അറിയാതെ നിഗളം നമ്മുടെ അവർക്കുണ്ടായാൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നവനെ താഴ്ത്തിക്കളയുന്ന ഒരു ദൈവമുണ്ട്. താഴുവാൻ ആഗ്രഹിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവം. ഉള്ളവർക്ക് ഉയർച്ച പകരുന്ന ഒരു ദൈവം, ഉയരുന്നവരെ അഹങ്കാരികളെ ചുതരിപ്പിക്കുന്ന ഒരു ദൈവം. പിശാചിന് സംഭവിച്ചതുപോലെ നിഗളമുണ്ടെങ്കിൽ നാമും വീണു പോകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ബെൽശസ്സറും നിഗളിച്ചതുകൊണ്ട്, ആഡംബരത്തിലും ആദിഘോഷത്തിലും ജീവിച്ചിരുന്നത് കൊണ്ട് അവനും താഴ്ത്തിക്കളയുവാൻ ഇടയായി തീർന്നു.
അവൻ എന്താ ആഗ്രഹിച്ചത്? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അതുപോലെയാണ് ബെൽശസ്സർ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാളും മുകളിലാണ് അവൻ ആഗ്രഹിച്ചു. ദൈവത്തിനേക്കാൾ മുകളിലായാലോ എന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അത് നോട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ സമാഗമനത്തിനോട് സമനാകും ഹൃദയത്തിൽ. അവിടെ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഇരുന്ന് ഞാൻ ഇരുന്നെഴുതും എന്നൊരു പദം കൂടെ അവിടെ കാണുന്നുണ്ട്. ഈ ബെൽശസ്സറിന്റെ മലയ്ക്ക് മുകളിൽ തനിക്ക് നിയമിക്കപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പാർട്ടി കൂടെ നമ്മൾ ജവലേസിന്റെ മണ്ടയ്ക്കൊക്കെ പോയി പാട്ട് കൊടുക്കുന്നത് പോലെ ഹല്ലേലൂയ, ഈ ബെൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളെ ഒക്കെ വിളിച്ച് മലയുടെ മുകളിൽ പോയി ഹല്ലേലൂയ വലിയ പാർട്ടി നടത്തുമായിരുന്നു. അതുകൊണ്ട് അവന് പർവ്വതങ്ങൾക്ക് മുകളിൽ കയറുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. അതുപോലെയാണ് പിശാചും സമാഗമന പർവ്വതത്തിൽ ഇരുന്നരുളുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിഗളിച്ചവനെ ദൈവം വെട്ടിക്കളയുവാനിടയായി. താഴെയുള്ള ഭാഗങ്ങളുടെ വേഗത്തിൽ വായിച്ചോ. അത്യുന്നതനോട് സമനാകും. നാശകൂപത്തിന്റെ അടിയിലേക്ക്. അപ്പോ പഴയ നിയമത്തിൽ പഴയ കാലഘട്ടത്തിൽ പിശാചുണ്ടായിരുന്ന നിഗളം വർത്തമാന കാലഘട്ടത്തിൽ എഴുതിയപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ബെൽശസ്സറിനുണ്ടായിരുന്ന നിഗളം ഇതുപോലെ ഭാവി കാലത്തിൽ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ഭാവി കാലത്തിൽ ആന്റിക്രൈസ്റ്റ് ഉണ്ടാകുന്ന നിഗളവും ഇത് തന്നെയാണ്. 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിക്കും. അപ്പൊ പിശാചിന് ആദ്യമായിട്ടുള്ള ആഗ്രഹം എന്താ? ഒന്ന് ദൈവമാകണം, ദൈവത്തിന് മുകളിൽ കയറണം. ഇതാണ് ആദ്യമായിട്ടുള്ള ആഗ്രഹം, അല്ലേ? അപ്പോൾ സത്താന്റെ ഉത്ഭവം മുതൽ ഒരു പ്രധാന ദൂതനായിരുന്നിടത്തു നിന്ന് ഒരു വീട് സത്താനായി മാറിയ സത്താന്റെ ഉത്ഭവം മുതൽ പിന്നീട് ഇങ്ങോട്ട് വന്ന സകല രാജാക്കന്മാരുടെയും ഉള്ളിൽ വികണമെന്ന ഭാവമിട്ട് സകലത്തിന് മുകളിൽ കയറണം എന്നുള്ള ഭാവം കൊണ്ടുവന്ന് അവരെല്ലാം താഴ്ത്തിക്കളഞ്ഞ് വീണ്ടും അവൻ അന്ത്യകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അന്തിക്രിസ്തുവായി വെളിപ്പെട്ടിട്ട് അവൻ ദേവാലയത്തിൽ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത്? ഇരുന്നുകൊണ്ട് എപ്പോഴും ദൈവമെന്ന് നടിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. നമ്മുടെ മനസ്സിനകത്ത് എല്ലാവരെക്കാളും ഒന്ന് മുകളിലാകണമെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്ത പൈശാചികമാണ്. ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ കീഴ്പ്പെട്ടിരിക്കാനാണ് കർത്താവ് പറഞ്ഞത്, അല്ലേ? അത് മാത്രമല്ല, യേശു കർത്താവ് ആരാണ് കാല് കഴുകണമെന്നൊരു ചിന്ത അവരുടെ ഇടയിൽ വന്നപ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു? ഒരു റുമാലെടുത്ത് അരയിൽ ചുറ്റി. അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായി. ആരാ കാല് കഴുകേണ്ടത്? പത്രോസ് പറയുന്നത്, ഹല്ലേലൂയ, സഭയുടെ മൂലക്കല്ല, സഭ പണിയാൻ പോകുന്ന ആളാണ്, അവരുടെ ആരംഭമാണ്. ഞാൻ കഴുകുവോ? യോഹന്നാൻ പറഞ്ഞു കാണും, ഞാൻ കർത്താവിന്റെ മാർഗോട് ചേർന്നിരിക്കുന്നവനാ, ഞാൻ അങ്ങനെ കഴുകും. അങ്ങനെ ഓരോരുത്തരും എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ ആരും കഴുകേണ്ടത്. കർത്താവ് റുമാലെടുത്തു, താഴുവാൻ തയ്യാറായി. ഹല്ലേലൂയ. കർത്താവിനെ പിതാവായ ദൈവം ഉയർത്തിയ തന്നെ അവൻ ഭൂമിയിലേക്ക് താഴുവാൻ തയ്യാറായതുകൊണ്ട് സ്വർഗസിംഹാസനത്തെ വെടിയുവാൻ തയ്യാറായതുകൊണ്ട് താഴ്ന്നിടത്തെ തീരുവുള്ളൂ, അല്ലേ? താഴുന്ന സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ, കീഴ്പ്പെടുന്ന സ്വഭാവം, അന്യോന്യം കീഴ്പ്പെടുന്ന സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. സന്തോഷമുള്ളത് കേൾക്കുമ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു നിഗളം നമ്മുടെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഇത് പിശാചിന്റെ പ്രൊഡക്റ്റാണ്. ഇത് എന്റെ ചിന്തയിൽ നിന്ന് വന്നതല്ല, ഇത് വീണവന്റെ പ്രൊഡക്റ്റാണ്. ഇതെനിക്ക് വേണ്ടാന്നൊരു ചിന്ത അകത്ത് വരണം. അപ്പോൾ അത്യുന്നതനോട് സമനാകുവാൻ ശ്രമിക്കുക എന്നുള്ള ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ താഴോട്ടുള്ള ഭാഗം വെച്ചിട്ട് ചരിത്ര ഭാഗങ്ങളാണ്. അത് ഈ ചരിത്ര കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് വേഗത്തിൽ ഓടിച്ചു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബെൽശസ്സറും അതുപോലെ ഉയരുവാൻ ആഗ്രഹിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ബെൽശസ്സറിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയെ നടുക്കി, 17-ാമത്തെ വാക്യം, രാജ്യങ്ങളെ കുലുക്കി, ഭൂതലത്തെ മരുഭൂമി പോലെയാക്കി, അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളഞ്ഞു, തന്റെ ഭക്തന്മാരെ വീട്ടിലേക്ക് അഴിച്ചുവിടാതെ. അപ്പോൾ ഈ യുദ്ധമൊക്കെ ചെയ്ത് പല നാട്ടുരാജ്യങ്ങളുമായി യുദ്ധമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് അടിമകളെ പിടിച്ചുകൊണ്ട് വരും. ഈ അടിമകളെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അടിമകളെ പീഡിപ്പിച്ചതുകൊണ്ടാണ് ആ ഭാഗം കൂടെ എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്തു? നീ ബദ്ധന്മാരെ അവരുടെ വീട്ടിലേക്ക് അടിച്ചുവിടാതെ, അതായത് അടിമകളെ കാലഘട്ടം അവർ നിയോഗിക്കപ്പെട്ട സമയം കഴിഞ്ഞിട്ടും അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടക്കി അയക്കാതെ അവരെ പീഡിപ്പിച്ചു, അവരോട് കരുണ കാണിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, താഴേക്ക് വായിക്കുമ്പോൾ
അതാ ഇവിടെ സകല രാജാക്കന്മാരും ഒട്ടൊഴിയാതെ താന്താന്റെ ഭവനത്തിൽ മഹത്വത്തോടെ കിടന്നുറങ്ങുന്നു. ബെൽഷസ്സിന്റെ മരണം അതിദാരുണമായ മരണമായിരുന്നു. എന്നാൽ മറ്റ് രാജാക്കന്മാർ മരിച്ചത് അങ്ങനെ ആയിരുന്നില്ല. മറ്റ് രാജാക്കന്മാരൊക്കെ അവരുടെ സ്വന്തം കല്ലറകൾ പണിത് മരിക്കുന്നതിന് മുമ്പ് കല്ലറകളൊക്കെ റെഡിയാക്കിയിട്ട് രാജകീയ മരണമാണ് അവർ ആസ്വദിച്ചിരുന്നത്. അവരൊക്കെ അവരുടെ കല്ലറകളിൽ ഉറങ്ങിക്കിടക്കുവാനിടയായിത്തീർന്നു. യേശു കർത്താവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ മരണം അടക്കം ഒരു സാധാരണ മരണമോ അടക്കമോ പോലെ ആയിരുന്നില്ല. നമുക്കറിയാം, രണ്ട് പുരുഷന്മാരെ അല്ലെങ്കിൽ രഹസ്യത്തിൽ ശിഷ്യന്മാരായിരുന്ന 2 പേരെ കർത്താവ് ആ സമയത്ത് പ്രയോജനപ്പെടുത്തുന്ന കാണുന്നുണ്ട്. 12 ശിഷ്യന്മാർ അവിടെ ഇല്ല, അല്ലേ? മറിയ ഞായറാഴ്ച ദിവസം രാവിലെയാണ്, മറിയ പുലർച്ചെയാണ് കർത്താവിനെ കാണുവാൻ സുഗന്ധവർഗം ഇടുവാനായിട്ട് കടന്നു വരുന്നത്, അല്ലേ? ശവശരീരം കാണുവാനായിട്ട് കടന്നു വരുന്നത്. എന്നാൽ അതിന് മുമ്പേ ക്രൂശിൽ നിന്ന് കർത്താവിനെ ഇറക്കി കർത്താവിനെ അടക്കം ചെയ്ത 2 പേരുണ്ട്. 12 ശിഷ്യന്മാർ അവിടെ ഇല്ലായിരുന്നു. എല്ലാവരും ഓടി ഒളിച്ചു, അല്ലേ? തങ്ങളെയും ക്രൂശിക്കുമെന്ന് മേടിച്ച് യൂതന്മാരെ ഭയന്ന് പോയപ്പോ 2 രഹസ്യ ശിഷ്യന്മാർ കർത്താവിനെ തേടി വന്നു. ആരാ? പഠിപ്പിക്കുന്നുള്ള കേൾക്കുന്നു ശ്രദ്ധിക്കണം. ആരാ? അരിമത്തേക്കാരനായ യോസഫ്, അല്ലെ? അദ്ദേഹം വളരെ ദൂരെ താമസിക്കുന്ന മനുഷ്യനാണെങ്കിലും കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ അടുത്ത് പണ്ട് മുതലേ കല്ലറ മേടിച്ച് പണിത് തനിക്ക് വേണ്ടി പണിതുണ്ടാക്കിയ കല്ലറയാണ്. ദൈവം കർത്താവിന് വേണ്ടി കരുതിയ കല്ലറയാണ്. അപ്പോൾ അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്നു. നിക്കോദിമോസ്, അല്ലേ? നിക്കോദിമോസിനെ ദൈവം ഉപയോഗിക്കുന്നു. ധനവാനായ നിക്കോദിമോസ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കർത്താവിനെ അടക്കുന്ന കാണാൻ കഴിയും. മറിയ കുറച്ച് സുഗന്ധദ്രവ്യങ്ങളുമായി പുലർച്ചെ വരുമ്പോൾ അതിനു മുമ്പേ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് കർത്താവിനെ അടക്കി അരിമത്തിക്കാരനായ യോസഫിന്റെ വില കൂടിയ, അദ്ദേഹം വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു, വില കൂടിയ ഒരു കല്ലറയിൽ അടക്കിയത്. അപ്പോൾ രാജകീയമായ മരണമാണ്, അടക്കമാണ് കർത്താവിന് ലഭിച്ചത് എന്ന് കാണാൻ കഴിയും. എന്നാൽ ബെൽഷസ്സിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നില്ല. താഴോട്ട് വായിക്കും, നിന്ദ്യമായ ചുള്ളി എന്ന പദത്തിന്റെ അർത്ഥം വെട്ടിക്കഴിഞ്ഞാൽ, ചില നമ്മളൊക്കെ നാട്ടിലൊക്കെ കാടൊക്കെ വെട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ വൃക്ഷമൊക്കെ വെട്ടിക്കളഞ്ഞാലും കുറെ നാള് കഴിഞ്ഞ് അതവിടെ കിടന്നിട്ട് പതുക്കെ ഇങ്ങനെ തണ്ട് തന്നെ കിളിച്ചു വരുന്ന, ഞാൻ പോയിട്ടില്ലടാ എന്ന് കാണിച്ചുകൊണ്ട് കിളിച്ചു വരുന്ന തണ്ടുകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കളഞ്ഞാലും പതിയെ മുളച്ചു വരും. അപ്പൊ നിന്ദ്യമായ ചുള്ളി, അല്ലേ? നശിപ്പിച്ചു കളഞ്ഞാലും പുറത്തേക്ക് വരാൻ വെമ്പുന്ന ചുള്ളി പോലെ, നിന്ദ്യമായ ചുള്ളി പോലെ കൊണ്ട് അപ്പൊ പണ്ടത്തെ യുദ്ധം ചവിട്ടി വലിച്ച ശവം പോലെ നിന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു. അപ്പൊ പണ്ടത്തെ യുദ്ധം പോലെ, പണ്ടത്തെ യുദ്ധത്തിന്റെ ഒരു പ്രതീതിയാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങൾ, അല്ലെ? പണ്ടത്തെ യുദ്ധങ്ങളിൽ കൂടുതലും അവർ ഉപയോഗിച്ചിരുന്നത് ആനപ്പട, കാലാൾപ്പട. ചെസ് കളിക്കുന്നവർ കുറച്ചുകൊണ്ട് അറിയാമോ, അല്ലേ? ആനപ്പട, കാലാൾപ്പട, കുതിരപ്പട, ഇതൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നത്. അന്ന് മിസൈലും അതുപോലുള്ള ഡ്രോണുകളൊന്നും അന്നില്ലായിരുന്നല്ലോ. അവർ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. അപ്പോൾ പരസ്പര യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധത്തിൽ ഒരു രാജാവ് വീണാൽ അല്ലെങ്കിൽ രാജാവിന്റെ സ്ഥാനാപതികൾ വീണാൽ ഈ പുറകെ വരുന്ന കുതിരകളെല്ലാം അദ്ദേഹത്തിന്റെ മുകളിൽ കൂടെ, അത് രാജാവാണോ സേവകനാണോ സ്ഥാനാപതിയാണോ ഒന്നും ഇവര് നോക്കത്തില്ല. യുദ്ധത്തിന്റെ നടുവിൽ ഈ കുതിരകളൊക്കെ വീട് കിടക്കുന്നതിന്റെ മുകളിൽ കൂടെ ചവിട്ടി പതിച്ചു പോകും. ആ വീട് കിടക്കുന്ന ശവങ്ങളാണെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ, ജീവനുള്ള മനുഷ്യനാണെങ്കിൽ അതിന് മുകളിൽ കൂടെ ഈ കുതിരകൾ ചവിട്ടി മെതിച്ചു പോകുവാനിടയാകും. അതുപോലെ ശ്രദ്ധിക്കുക, അവന്റെ ശരീരം ചവിട്ടി മെതിച്ച ശവം പോലെയും എന്റെ കല്ലറയിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഈ 20ാമത്തെ വാക്യം മുതൽ 22ാമത്തെ വാക്യവും അധികം വിശദീകരിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ 23ാം വാക്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ അവകാശം, മുള്ളൻ പന്നിക്ക് എന്താ അടുത്തെല്ലാം മറ്റല്ലേ? മുള്ളൻ പന്നിയുള്ള പദം വേറൊരു ട്രാൻസ്ലേഷൻ അവിടെ എഴുതിയിരിക്കുന്നത് ബിറ്റേൺ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. ബിറ്റേൺ, ഈ കൊക്കിനെ പോലെ ഉള്ളൊരു പക്ഷി. ഈ വെള്ളത്തിലൊക്കെ നിന്നിട്ട് അതിന് ചുണ്ടുകൊണ്ട് ഇങ്ങനെ മീനൊക്കെ എടുക്കുന്ന ഒരു പക്ഷി, അതുപോലത്തെ ഒരു പക്ഷിയുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളും ആക്കും. യൂഫ്രട്ടീസ് നദിയെ ദൈവം വഴിതിരിച്ചു വിട്ടപ്പോൾ യൂഫ്രട്ടീസ് നദി തോന്നിയിടത്തുകൂടെ എല്ലാം ഒഴുകി പോകുവാനിടയായിട്ടുണ്ട്. അതാണ് അവിടെ നീർപ്പൊയ്കൾ എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നത്. 14-24 നമുക്ക് വരാം. ആ ഭാഗം മുട്ടച്ചിലാലിന്റെ കാര്യങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളതെല്ലാം ചരിത്രമായതുകൊണ്ട് നമുക്ക് അത്ര സന്തോഷം നൽകത്തില്ല. എന്നാൽ അതിനകത്ത് ചില ദൈവിക ദൂതുകൾ, കണ്ടന്റുകൾ വരുന്നത് ഈ 14-24 വാക്യത്തിലാണ്. സൈന്യങ്ങളുടെ യഹോവ
ആണയിട്ട് അരുളി ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. അത്ര വാക്ക് കേൾക്കുമ്പോൾ വിശ്വാസമുണ്ട്. ആണയിട്ട് അരുളി ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ വഴികളല്ല, നമ്മുടെ ചിന്തകൾ പോലെയല്ല സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ വഴികളാണ്. ദൈവത്തിന്റെ വഴി മികവുള്ളതാണ്. ദൈവത്തിന്റെ വഴിയിൽ കൂടെ നടക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ നാം ചെയ്യുന്നത്. എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ്. ഞാൻ ചിന്തിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. ആദ്യം കുവൈറ്റിൽ പോകാനായിട്ട് ആഗ്രഹിച്ചത്, നേരെ വന്നത് ദുബൈയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും, ജോലി ചെയ്യാൻ ആഗ്രഹിച്ച സ്ഥലം അതെല്ലാം മാറി, ജോലി ചെയ്യാൻ ആഗ്രഹിച്ച കമ്പനി അത് മാറി, എല്ലാം വ്യത്യസ്തമായിരുന്നു. എന്നാൽ ദൈവം ആ വഴികളെയൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല കാര്യങ്ങൾ, അല്ലേ? ആദ്യം വന്ന സാലറിയിൽ അല്ലെ 1200 അല്ലെ 700 1000 ഒക്കെയുള്ള സാലറിയിൽ ഞാൻ 10 വർഷം ജോലി ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടാണോ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്? അല്ല, സാഹചര്യങ്ങൾ മാറി, അല്ലേ? നമ്മളെ ദൈവം ഉയർത്തി. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത്, അല്ലെ? ചിലരോട് പറയട്ടെ, ചിലത് ഡിലേ ആകുന്നത് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ടായിരിക്കും, വലിയ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലേ? ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസമായിട്ട് കർത്താവ് ചെന്നില്ല, ഡിലേ ആയിപ്പോയി, നാറ്റം വെച്ചു. അപ്പോൾ ചിലത് ഡിലേ ആയിപ്പോ നമ്മൾ ചിന്തിക്കും, ഓ ദൈവം കൈവിട്ടു, ഉപേക്ഷിച്ചു. ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വിചാരങ്ങളല്ല, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. ഹല്ലേലൂയ. നാറ്റം വെക്കണമെന്ന് ആഗ്രഹിച്ചു വെയിറ്റ് ചെയ്തൊരു കർത്താവ് നാറ്റം വെച്ചതിന്റെ നടുവിൽ നിന്നും അടക്കിയെടുക്കാൻ കഴിയും, അതവർക്കൊരു അത്ഭുതമായി മാറുമെന്ന് ചിന്തിച്ച കർത്താവ് യഹൂദന്മാരുടെ നിയമം, ആ ശവശരീരത്തിനൊപ്പം അവരുടെ ആത്മാക്കൾ നിൽക്കുമെന്നുള്ള നിയമങ്ങളെ പൊളിച്ചു കളഞ്ഞ് ഹല്ലേലൂയ 3 ദിവസം ആത്മാവരെ ചുറ്റിപ്പറ്റി നിൽക്കുമെന്നുള്ള യഹൂദന്റെ നിയമങ്ങളെ പൊളിക്കുവാൻ, ഹല്ലേലൂയ, അകത്ത് നാറ്റം വെച്ച അവസ്ഥയായാലും എനിക്ക് വിടുവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുവാൻ ചിലര് കർത്താവ് നിലയാക്കുന്നത് ഒരു മഹത്വത്തിലേക്കാണ്. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. അതുകൊണ്ട് അവൻ വിചാരിച്ചതുപോലെ ദൈവം വിചാരിക്കുന്നതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതുമാണ് നിവർത്തിയാകുന്നത്. അവൻ ആണയിട്ട് അരുളി ചെയ്യുന്ന ദൈവമാണ്. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ ഹല്ലേലൂയ അബ്രഹാമിന്റെ ഹല്ലേലൂയ സെർവന്റായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ? എലയാസറാണ്. എലയാസറിനോട് അബ്രഹാം പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ് 24-ാം അധ്യായത്തിൽ കാണുന്നത്. 24-ാം അധ്യായത്തിൽ കാണുന്നത് ഹല്ലേലൂയ ഇസ്ഹാക്ക്, തന്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഹല്ലേലൂയ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു ഭാര്യ സഹോദരിയെ ലഭിക്കേണ്ടതിന് എലയാസറിനെ അയക്കുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യം മാത്രം നാം ചിന്തിക്കാൻ പോവുക. എന്റെ പിതൃഭവനത്തിൽ നിന്നും കണ്ടോ, അബ്രഹാം എലയാസറിനോട് പറയുക, തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക്, പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എലയാസറിനോട് അബ്രഹാം സംസാരിക്കുന്ന ഭാഗമാണ്. എന്റെ പിതൃഭവനത്തിൽ നിന്നും വിഗ്രഹങ്ങളുടെ നാട്ടിൽ നിന്നും, വിഗ്രഹ സേവകളുടെ നടുവിൽ നിന്നും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന പ്രദേശത്തു നിന്നും, എന്റെ പിതൃഭവനത്തിൽ നിന്നും, ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും, അപ്പോ എന്നെ പുറപ്പെടുവിച്ചൊരു ദൈവമുണ്ട്, എന്നോട് അരുളി ചെയ്തൊരു ദൈവമുണ്ട്, എന്നോട് വാഗ്ദത്തം പറഞ്ഞൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നോട് അരുളി ചെയ്തതിനും എന്താണ് അരുളി ചെയ്തത്? നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. നീ യാത്ര ചെയ്തോ, നീ പോകുന്നത് നീയാണ്, അല്ലേ? നീ എന്റെ സെർവന്റാണ്. എന്റെ മകന് വേണ്ടി ഒരു ഭാര്യ ഒരുക്കാൻ പോകുന്നത് നീയാണ്. പക്ഷെ നിനക്ക് മുമ്പായി ആര് പോകും? ഒരു ദൂതൻ പോകും. കാരണം എന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ട്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും, ഇസ്ഹാക്കിന് ഞാൻ ഈ ദേശം കൊടുക്കും. അതുകൊണ്ട് അവനൊരു മകനെ ഭാര്യയായി എടുക്കണമെങ്കിൽ നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് മുമ്പായി എന്നോട് വാഗ്ദത്തം ചെയ്തവന്റെ ദൂതൻ പുറപ്പെടും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഏറ്റെടുക്കാമോ? നിന്നോട് അരുളി ചെയ്തൊരു ദൈവമുണ്ടെങ്കിൽ, നിന്നോട് വാഗ്ദത്തം ചെയ്തൊരു ദൈവമുണ്ടെങ്കിൽ, നിന്റെ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ
സംഭവിക്കുന്നോർത്ത് ഇന്ന് രാത്രി ഭാരപ്പെടരുത്. നമ്മളെ കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം നമ്മെ കുറിച്ച് വിചാരപ്പെട്ടു കഴിഞ്ഞാൽ വിചാരപ്പെടുന്നതിനോട് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നമ്മെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ട്, നിർണയിച്ചു വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഭാവിയെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എവിടെ ജോലി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഏത് പട്ടണത്തിലാകണം, ഏത് കാലഘട്ടം വരെ ആകണമെന്ന് നിർണയിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി അതിന്റെ കാര്യങ്ങളെ നമുക്കൊന്ന് വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളൂടെ ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. എബ്രായർ 3:15 മുതൽ 19 വരെ. ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം കേട്ടിട്ട് മത്സരിച്ചവർ. ഈ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതും നാം രക്ഷയിലേക്ക് വരുന്നതും ഒരു താരതമ്യ പഠനം പോലാണ്, നിഴലും പൊരുളും പോലാണ്. അപ്പം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം ഫറവോന്റെ കരങ്ങളിൽ നിന്ന്, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് 400 സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വന്നതുപോലെയാണ് പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, രോഗത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നാം പുറപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടു വന്നതുപോലെയാണ് അവർ പുറപ്പെട്ടത്. അവർ ചെങ്കടലിൽ കൂടെ കടന്നതുപോലെയാണ് നാം സ്നാനപ്പെട്ടത്. ഹല്ലേലൂയ. സ്നാനപ്പെട്ടവർ ദൈവത്തെ ആരാധിച്ചതുപോലെയാണ് നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. ഇതെല്ലാം സ്നാനത്തിന് മുമ്പ് നാം പഠിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം അവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി പഠിക്കുവാൻ കഴിയും. അടിമത്തത്തിൽ, പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന ജനം പുറപ്പെടുന്നു, അതായത് നാം രക്ഷിക്കപ്പെടുന്നു. വെള്ളത്തിൽ കൂടെ, ചെങ്കടലിൽ കൂടെ കടന്നു പോകുന്നു, അതുപോലെ നാം സ്നാനപ്പെടുന്നു. മിര്യാം ആരാധിച്ചതുപോലെ ആത്മാവിൽ ആരാധിക്കുന്നു, നാം ആത്മാവിൽ ആരാധിക്കുന്നു. പക്ഷേ ഈ ഭാഗത്ത് ചിന്തിക്കുക, എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുകയാണ്, ഇങ്ങനൊക്കെ പുറപ്പെട്ട ജനവും നശിച്ചുപോയി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, ഈ രാത്രിയിൽ കൂടാരത്തിനകത്ത് ദൈവം നമ്മോട് സംസാരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനമാക്കാതെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് ആരാ മത്സരിച്ചത്? അവിടെ എഴുതിയിരിക്കുക, ആരാ മത്സരിച്ചത്? പുറപ്പെട്ടു വന്നവരാ മത്സരിച്ചത്. ജാതികളായിട്ടുള്ള മനുഷ്യരല്ല മത്സരിച്ചത്, അല്ലേ? വിശ്വാസത്തിൽ വരാത്തവരല്ല മത്സരിച്ചത്. ആരാ മത്സരിച്ചത്? വിശ്വാസികളാ മത്സരിച്ചത്. ദൈവത്തിന്റെ നന്മ കണ്ടവരാ മത്സരിച്ചത്. ആകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ഭക്ഷിക്കണമെന്ന് ചിന്തിച്ച സമയത്ത് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ശ്രേഷ്ഠ ഭോജനം, ദൂതന്മാരുടെ ഭക്ഷണം അവർക്ക് ഇട്ടുകൊടുത്തു. ദൂതന്മാർ കഴിക്കുന്ന ഭക്ഷണമാണ് അവർക്ക് കൊടുത്തത്. ദൂതന്മാരുടെ ഭക്ഷണമായ മഞ്ഞ അവർക്ക് നൽകി, അല്ലേ? കടപ്പക്ഷികളെ ഒരുക്കി, ലിവ്യാദാന്, കടലിൽ കിടന്ന ലിവ്യാദാന്റെ തലതകർത്ത് അവർക്ക് ഭക്ഷണം നൽകി, അല്ലേ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം അവർക്ക് വേണ്ടി ഒരുക്കി. ചെങ്കടൽ അവർക്ക് വേണ്ടി പിടർന്നു, അല്ലേ? മാറയെ മധുരമാക്കി തീർത്തു. 70 ഈത്തപ്പനകളും 12 നീരുറവകളും അവർക്ക് കൊടുത്തു. ദൈവം അവരെ അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാവിൽ നിറയുന്ന നമ്മെ ദൈവം അനുഗ്രഹിക്കുന്നു. പക്ഷേ അവിടെ ഒരു പദം എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, മിസ്രൈമ്യർ അവർ പുറപ്പെട്ടു വന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്തു? മത്സരിച്ചു. രക്ഷിക്കപ്പെട്ട നീ, രക്ഷിക്കപ്പെട്ട ഞാൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്, അവിശ്വസിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത്. അത് പുറപ്പെട്ടു വന്നവർ വളരെ വിടുതലോടെ, ആളുകൾ സന്തോഷത്തോടെ പുറപ്പെട്ടു വന്നത്. പക്ഷെ പിന്നീട് അവർ മരുഭൂയാത്രയിൽ മത്സരിച്ചെങ്കിൽ നാമും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നല്ല, നാമും പലപ്പോഴും മത്സരിക്കാറുണ്ട് ദൈവത്തോട്. ഹല്ലേലൂയ. എന്നാൽ അവർ പുറപ്പെട്ടു വന്നവരാണ്. 40 വർഷം ആരോട് വൃത്തിച്ചു? ആരോടാണ് വൃത്തിച്ചത്? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ എന്ത് ചെയ്തു? മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് അനുസരണപ്പെട്ട ഈ ഇസ്രായേൽ ജനം എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് പിതാവായ ദൈവം ആണയിട്ട് കൽപ്പിച്ചു. ദൈവം ആണയിട്ട് പറഞ്ഞത് അക്ഷരം പ്രതി അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരാള് സ്വർഗത്തിൽ പോവാൻ
സ്വർഗം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ കഥ വെച്ച് പഠിച്ചാൽ ചിലപ്പോൾ സാധ്യതയില്ല. വഴിയിൽ വെച്ച് പട്ടുപോകാൻ സാധ്യതയുണ്ട്. മരുഭൂമിയിൽ വെച്ച് അവർ കനാൻ കാണാതെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ രക്ഷിക്കപ്പെട്ട നീയും ഞാനും, സ്നാനപ്പെട്ട നീയും ഞാനും, പരിശുദ്ധാത്മാവിൽ മിര്യാമിനെ പോലെ ആരാധിച്ച നീയും ഞാനും വഴിമധ്യ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവന്റെ ശബ്ദം ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കുവാൻ പാടില്ല. അതുകൊണ്ട് സ്നാനപ്പെട്ടതും ആണെങ്കിലും രക്ഷിക്കപ്പെട്ടതാണെങ്കിലും പരിശുദ്ധാത്മ നിറവിൽ ആരാധിക്കുന്നവരാണെങ്കിലും അവിശ്വാസ നിമിത്തമാണ് ആ ജനം സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ. അതുകൊണ്ട് അവിശ്വാസം അകത്ത് കയറാൻ സാധ്യതയുണ്ട്. നിഗളം അകത്ത് കയറാൻ സാധ്യതയുണ്ട്. നിഗളത്തെ കുറിച്ച് കേട്ടല്ലോ, ഇപ്പൊ അവിശ്വാസത്തെ കുറിച്ച് കേൾക്കുകയാണ്. അവിശ്വാസം അകത്ത് കയറിയാൽ നമുക്ക് സ്വസ്ഥത എന്ന് പറയുന്നത്, അവർക്ക് സ്വസ്ഥത കനാൻ ദേശമായിരുന്നെങ്കിൽ, പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നെങ്കിൽ നമുക്ക് സ്വസ്ഥത നിത്യ സ്വർഗമാണ്. അത് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 6:13 വായിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോണ്. 6:13 എബ്രായർക്കെഴുതിയ ലേഖനം. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് ഇനി ആരാ അബ്രഹാമിനോട് വാഗ്ദത്തം പ്രോമിസ് കൊടുത്തപ്പോൾ ദൈവം പറയുകയാണ്, ഇനി ഒരുത്തനെ കൊണ്ട്, ഭൂമിയിലുള്ള ഒരുവനെ കൊണ്ട് സത്യം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് അബ്രഹാം എന്താ സത്യം ചെയ്ത് താഴെയുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം തന്നെ അവനേക്കാൾ വലിയവൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിട്ട് തന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വർദ്ധിപ്പിക്കും. മലാക്കിയുടെ പുസ്തകത്തിലേക്കൂടെ വരാം. മലാക്കി 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എല്ലാ വരങ്ങളും പിതാവിൽ നിന്ന് വരികയാണ്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരികയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത്, വാഗ്ദത്തം നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആലോചന അനുസരിച്ച് അവന്റെ വഴിയിൽ നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് പറയുന്നത്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു നിത്യതയുണ്ട്. ഒന്നുകിൽ അത് നിത്യ സ്വർഗമാണ്, അല്ലെങ്കിൽ അത് നിത്യ നരകമാണ്. ഈ ലോകത്തിൽ എന്നേക്കുമായി ജീവിച്ചിരിക്കാൻ നമുക്ക് കഴിയത്തില്ല. തലമുറ കഴിയുന്നു, കാലഘട്ടത്തിൽ കഴിയുന്നു, നമുക്ക് പ്രായമായി വരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായമായി വരുന്നു. അപകടങ്ങൾ, അനർത്ഥങ്ങൾ ഉണ്ടാകുന്നു. എപ്പോഴാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, എപ്പോഴാണ് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടത് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി അത് ഉറപ്പിക്കുവാൻ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുക. ബൽശസ്സറിനെ പോലെ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയിട്ട് കൃമിയുടെ പുതപ്പ് ഉണയ്ക്കുവാൻ അവനിടയായതുപോലെ ഈ ലോകത്തിന്റെ നന്മകൾ അനുഭവിച്ച് ദൈവത്തെ സേവിക്കാതെ, ദൈവസാന്നിധ്യം അനുഭവിക്കാതെ ഒരിക്കൽ നിത്യ നരകത്തിലേക്ക് പോയി കൃമിക്കിരയായി തീരുവാൻ, കൃമി കൊണ്ടുള്ള പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രി നിഗളം മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുക. രക്ഷിക്കപ്പെട്ട ജനം ഫറവോന്റെ അടിമത്തിൽ പുറപ്പെട്ട ജനമാണ്. ചെങ്കടൽ കൂടെ കടന്ന ജനമാണ്, ആരാധിച്ച ജനമാണ്, ദൈവത്തിന് വിവിധമായ നന്മകൾ തന്റെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ച ജനമാണ്. എന്നാൽ അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നഷ്ടപ്പെട്ടു പോകുവാനിടയായിട്ടുണ്ട്. നമുക്കത് സംഭവിക്കുവാൻ പാടില്ല. രക്ഷിക്കപ്പെട്ടതാണ് നാം, സ്നാനപ്പെട്ടതാണ് നാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ് നാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നിഗളമില്ലാത്തവരായി, അവിശ്വാസം ഒരിക്കൽ പോലും അകത്ത് കയറാത്തവരായി ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കുന്നെങ്കിൽ ഈ മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല, ഒരു നിത്യസ്വർഗം, ഒരു നിത്യജീവൻ നമുക്കുണ്ട്. അതിനായി നമ്മെ തന്നെ ഒരുക്കാം. ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം. എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോൾ പ്രിയ ജീവദർശനം പ്രാർത്ഥിക്കുകയും സമാധാനം കടന്നു പോവുകയും ചെയ്യാം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷവാസം നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും കടന്നു വന്ന ദൈവത്തിന് കടന്നു വരുവാൻ കഴിയാത്ത ശുശ്രൂഷയുടെ ഭാരം ലോകമനുഷ്യന്മാർ നമ്മുടെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വനേറ്റാം നമ്മുടെ വരും ദിവസത്തെ ശനിയാഴ്ചത്തെ മീറ്റിംഗിൽ ദാസൻ കടന്നു വരുമെന്ന് അറിയിച്ചിരുന്നല്ലോ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് വേറൊരു മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടു. അതുകൊണ്ട് ആ മീറ്റിംഗിന് ഫസ്റ്റ് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. 21-ാം തീയതി ഞാൻ വന്നോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് കൂടെ ലഭിക്കുന്നതായതുകൊണ്ട് അദ്ദേഹം 22-23 ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് കൂടെ ലഭിക്കുന്നു എന്നുള്ളതായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് 21-ാം തീയതി വന്നാൽ മതി എന്ന് പറഞ്ഞു. 21-ാം നമുക്ക് CM മീറ്റിംഗ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ടൈം കുറവായിരിക്കും. അദ്ദേഹം പറഞ്ഞ ടൈം കുറവാണെങ്കിൽ